ഇടുന്ന എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും ഇത്രയും തിരക്ക്. മര്യാദക്ക് നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യം ഇവിടെയായി. സന്തോഷം ആദ്യമായിട്ട് വന്നതിൽ ചേച്ചി പറഞ്ഞാണ് ശരിക്കും ഇതൊരു ഇൻസ്പയർ ആയത്. നമസ്കാരം. ആറ്റുകാൽ അമ്മയ്ക്കുള്ള പൊങ്കാല സമർപ്പണം ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ തലസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് സിനിമാ സീരിയൽ താരമായ മഞ്ജു പത്രോസാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും കണ്ടുമുട്ടിയിരുന്നു. എത്ര വർഷമായി പൊങ്കാല ഇടാൻ ഇപ്പോൾ തുടങ്ങി? ഇതിപ്പോൾ 3ാമത്തെ വർഷം. അനുഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇടുന്ന എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും ഇത്രയും തിരക്ക് അല്ലേ. ഞാൻ ആരും ഇല്ലാതെ സ്ഥലത്തോട്ട് ഇരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല, ഒരുപാട് പേര് വന്നിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ബഹളമില്ലാത്തൊരു തിരക്കിലോട്ട് മാറാമെന്ന് വിചാരിച്ച. ഇന്ന് ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ 8 പേരുണ്ട്. സൗമ്യയുടെ സിസ്റ്റർ, ഞാൻ, ഇത് എൻ്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടി, അതെൻ്റെ നെയ്ബർ, പിന്നെ സിമി, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ലക്ഷ്മി. എല്ലാവരും അല്ല, ഞാനും സിമിയും ഒരേ സ്ഥലത്ത് നിന്നാ. ഇവള് ട്രിവാൻഡ്രം, ഇവര് അങ്ങനെ എല്ലാവരും വേറെ വേറെ സ്ഥലത്ത് നിന്നാ. ചേച്ചി നമസ്കാരം. എത്രാമത്തെ? 2ാമത്തെ. കഴിഞ്ഞ വർഷം ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് തിരക്കായിരുന്നു, അപ്പോൾ ഇച്ചിരി പാടായിരുന്നു. മര്യാദക്ക് നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യം ഇവിടെയായി. പക്ഷെ ഇവിടെ കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഓക്കെ ആയിരുന്നു. അമ്മയുടെ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ ഒരു വർഷം എടുത്താൽ എന്താ വെച്ചാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റി. അപ്പോൾ അന്നേ വിചാരിച്ചതായിരുന്നു ഇനി വരും വർഷങ്ങളിലും നമുക്ക് പൊങ്കാല ഇടണം. പുതിയ അളിയൻസ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വർഷമാണ് ഹൃദയപൂർവ്വം ഇറങ്ങിയത്, സർവമായി ഇറങ്ങിയത്. പിന്നെ ഇപ്പോൾ ഒരു ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞിട്ട് വേറൊരു പടം ഇറങ്ങി. ഇനി ഒരു പടം വരാനുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടിരിക്കുന്ന, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. താങ്ക് യു. ഞങ്ങൾ 2 പേരും കൂടി കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഞങ്ങളുടെ 2 പേരുടെയും ആദ്യത്തെ പൊങ്കാലയായിരുന്നു, ഇപ്പം 2ാമത്തെയാണ്. വളരെ സന്തോഷം. എന്തായാലും നിരവധി താരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പൊങ്കാല അർപ്പിക്കാനായി. ദൃശ്യങ്ങൾ കാണാം. മഞ്ജു ചേച്ചി, നിലവിൽ പുതിയ പ്രൊജക്റ്റ് ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? പുതിയ പ്രൊജക്റ്റ് ഇപ്പോൾ ഏഷ്യനെറ്റിലൊരു സീരിയലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തമിഴ് പടത്തിൻ്റെ ഒരു ദിവസത്തെ, അത് ജസ്റ്റ് ഒരു പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് അതങ്ങനെ ഇനിയിപ്പോൾ അടുത്ത മാസം അത് തുടങ്ങും. നൈവേദ്യം തയ്യാറായി കഴിഞ്ഞു. ഇനി എനിക്ക് ഇതുണ്ട്, തെരളിയുണ്ട്. 3 കലം വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ അമ്മയ്ക്കുള്ള പ്രസാദം തയ്യാറാക്കുന്ന തിരക്കിലാണ്. അവർ എല്ലാവരും ഒന്നിച്ചാണ് പൊങ്കാല അർപ്പിക്കാനായി വന്നിരിക്കുന്നത്. മഞ്ജു പത്രോസ് പറഞ്ഞതുപോലെ എത്ര വർഷമായി? 2-3 വർഷം. 3ാമത്തെ വർഷമാണ് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. നമസ്കാരം. നമസ്കാരം. വിനയ. സുഹൃത്താണ്? അതെ, സുഹൃത്താണ്. മകളായിട്ട് ഒരു സീരിയൽ വർക്ക് ചെയ്തിരുന്നു. എത്രാമത്തെ വട്ടമാണ് പൊങ്കാല? ഫസ്റ്റ് പൊങ്കാലയാണ്. അതെ. ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഉണ്ട്, ഒരുപാട് പ്രാർത്ഥനയുണ്ട്. സന്തോഷം ആദ്യമായിട്ട് വന്നതിൽ ചേച്ചി പറഞ്ഞാണ് ശരിക്കും ഇതൊരു ഇൻസ്പയർ ആയത്. വരാൻ ഒരു എക്സ്പീരിയൻസ്. ആദ്യത്തെ പൊങ്കാലയാണ്. നന്നായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവരുടെ കൂടെയൊക്കെ എടുത്തതിൽ ഒത്തിരി സന്തോഷം. മഞ്ജു ചേച്ചി, ഇപ്രാവശ്യം തിരക്കുണ്ട്, എന്താണ് ഒരു ഇത്? തിരക്ക് നല്ല തിരക്കാതെ തോന്നുന്നു, ഭയങ്കര തിരക്ക്. ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ 5:30 ഒക്കെ ആയപ്പോൾ കരമനയിൽ വന്നു. പക്ഷെ അവിടെ നിന്നും കൂടി വരാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിനൊക്കെ ഇവിടെ എത്തിപ്പെട്ടത്. നമ്മുടെ സുഹൃത്ത് ചെറുതായിട്ടൊന്ന് പുറകിലേക്ക് മാറിയിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്നതാണ്.
ഇപ്രാവശ്യം രണ്ടാളും സുഹൃത്തുക്കൾ ഒന്നിച്ചാണ്. ഒന്നിച്ചാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ പൊങ്കാലായിരുന്നു എൻ്റെ. എങ്ങനെയുണ്ട് രണ്ടാമത് വന്നപ്പോൾ തിരക്ക്? തിരക്ക് ഉള്ളതായിട്ട് തോന്നി. അമ്മയുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാകും, ഉറപ്പാണ്. കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായി, ഈ വർഷം അങ്ങനെ തന്നെ ഉണ്ടാവും. നന്നായിട്ട് പോകണം, സുഖമായിട്ടിരിക്കണം. എല്ലാവിധ ആശംസകളും രണ്ടു പേർക്കും. ഓക്കെ, വളരെ നന്ദി, വളരെ നന്ദി. ഈ പറയുന്ന പോലെ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും നന്നായിരിക്കട്ടെ. എന്താ പറയുക, എല്ലാ സമാധാനവും സന്തോഷം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും പൊങ്കാല ദിനാശംസകൾ. എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ എല്ലാവർക്കും പൊങ്കാല ദിനാശംസകൾ നേരുകയാണ്. നിരവധി സീരിയൽ സിനിമാ താരങ്ങളാണ് നിലവിലിപ്പോൾ പൊങ്കാല സമർപ്പിക്കാനായി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വലിയൊരു തിരക്കാണ് നിലവിലിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.